പരമേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ ശിവായേ നമോ. ഓം പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. ഓം ഹ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം ഹ്രീം നമഃ. ഓം രം രക്തേശ്വരീ നമഃ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം, പെരുമ്പാലൂരമ്മേ ശരണം, ശ്രീധർമ്മശാസ്താവേ ശരണം, ഹനുമൻ സ്വാമിയേ ശരണം, ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം, മാത്തൂർക്കാവിലമ്മേ ശരണം. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോഗതാം അജാഢ്യം വാക്പടുത്തം ച ഹനുമത് സ്മരേണാത് ഭവേത്. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനൻ നാവിന്മേലെപ്പോഴും വാണിയിടേണം അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യ ദിവസത്തിലേക്ക് വിനീതമായ സ്വാഗതം. സാധാരണ എല്ലാ ശനിയാഴ്ചകളിലും മാത്തൂർക്കാവിലമ്മയുടെ പേജിൽ ഉപനിഷത്തുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു രാമായണ മാസം ആയതുകൊണ്ടാണ്, ഈ വാൽമീകി രാമായണം പറയുന്നത് കൊണ്ടാണ് ഇപ്രാവശ്യം അതിനകത്തിൽ അതില്ലാതെയുള്ളത്. ഇത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അത് ആരംഭിക്കുക തന്നെ. മാത്തൂരമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അത് വലിയൊരു ഭാഗ്യവും അനുഗ്രഹവുമായി തന്നെ കരുതുകയാണ്. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നല്ലവരായിരിക്കുന്ന ഓരോരുത്തർക്കും ജഗദീശ്വരൻ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എത്തിയിട്ടുള്ള എല്ലാവർക്കും അശോകൻ ചേട്ടന് നമസ്കാരം, തൃപ്പാറ ക്ഷേത്ര മേൽശാന്തി, അതുപോലെ തന്നെ ജയകുമാർ നമസ്കാരം, അരുൺകുമാർ നമസ്കാരം, അജിതാമുരളി നമസ്കാരം, ശ്രീദേവി നമസ്കാരം, അമിയ അച്ചു നമസ്കാരം, മാത്തൂരമ്മ നമസ്കാരം. മാത്തൂരമ്മയുടെ അനുഗ്രഹമാണ് കേട്ടത്. അതെ, മാത്തൂരമ്മയെ നമ്മൾ നമസ്കരിക്കുന്നു. രജനി രാമേന്ദ്രൻ നമസ്കാരം.
ലതാ നായർ നമസ്കാരം. ഹരിദാസ് കുറുപ്പ് നമസ്കാരം. ബാലചന്ദ്രൻ ശാന്തി അരുവാപ്പുലം നമസ്കാരം. വിവേക് നമസ്കാരം. പ്രതിഭാരി നമസ്കാരം. പ്രസന്ന നായർ നമസ്കാരം. ബാലചന്ദ്രൻ ശാന്തി അരുവിപ്പുറം ഹരിപ്പാട് അല്ലേ? ഹരിപ്പാടാണ്. അപ്പം എന്തായിരുന്നാലും പ്രകാശ് EG നമസ്കാരം. അപ്പോൾ എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നല്ലവരായിരിക്കും നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ പ്രകാശ് സ്റ്റാൻഡ് വിത്ത് ഫാർമേഴ്സ്, വളരെ വലിയൊരു കാര്യം. നമസ്തേ. അപ്പം നമുക്ക് ബാലകാന്ഡത്തിൻ്റെ സീതാസ്വയംവരമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ആ സീതാസ്വയംവരം വളരെ ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിച്ച് ആചരിക്കപ്പെട്ടു. എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരന്മാരുടേതെല്ലാം ഒരു വലിയ സങ്കല്പ തലങ്ങളിലൂടെ യാത്ര പുറപ്പെട്ട വലിയ സങ്കല്പ തലങ്ങളിലൂടെ ഗുണകരമായി തന്നെ വന്ന് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം ശ്രീരാമചന്ദ്രനായി, മഹാലക്ഷ്മിയുടെ ചൈതന്യം സീതാദേവിയായി മാറി. ഇവർ രണ്ടുപേരും കൂടി ഒന്നാകുമ്പോൾ വാക്കിൽ അർത്ഥമുണ്ടാകുന്നത് പോലെ, തീക്ക് ചൂടുണ്ടാകുന്നത് പോലെ, ചന്ദനത്തിന് ഹരിചന്ദനത്തിൻ്റെ സുഗന്ധം വരുന്നത് പോലെ, എല്ലാ തരത്തിലുള്ള സ്വർണത്തിന് സുഗന്ധം വന്നതുപോലെ, അങ്ങനെ തുടങ്ങിയ പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയാത്ത അത്ര വലിയ തലത്തിലേക്ക് ഭഗവാൻ ശ്രീരാമനും സീതാദേവിയും ഒന്നായി മാറിയപ്പോൾ, ലക്ഷ്മണനും ഊർമിളയും ഒന്നായി മാറിയപ്പോൾ, ശ്രുതികീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാരോടൊപ്പം മാറിയപ്പോൾ, ഒരു വലിയ സത്യം അവിടെ യോജിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ മാറ്റങ്ങളായി ആരംഭിച്ചു തുടങ്ങുകയാണ് എന്നുള്ളതാണ്. അവിടുത്തെ മാറ്റങ്ങൾ ആരംഭിക്കപ്പെട്ട് കഴിയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, ഏറ്റവും വളരെ ശ്രേഷ്ഠമായിരിക്കുന്നത് പറയുന്നത്, ഒരാളുടെ ജീവിതം ആരംഭിക്കപ്പെട്ട അതായത് ഒരാളുടെ ജീവിതത്തിലെ ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗാർഹസ്ഥ്യത്തിലേക്ക് പോകുമ്പോഴാണ് വൈവാഹിക ജീവിതത്തിലേക്കായി മാറപ്പെടുന്നത്. അപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് നമ്മൾ മാറപ്പെടുന്ന സമയം മുതൽ നമ്മളുടെ ചിന്തകളും ലക്ഷ്യങ്ങളും ഒക്കെ കുറെ കൂടി ബലമുള്ളതാകുകയാണ്. കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തെ കൂടുതൽ ഉണ്ടാക്കപ്പെടുകയാണ് നമ്മൾ. ഗീതാമാം നമസ്കാരം. അപ്പോൾ അങ്ങനെ പുതിയ തലങ്ങളിലേക്കായി നമ്മൾ മാറപ്പെടുന്ന ഒരു സാഹചര്യമാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. ആ വൈവാഹിക ജീവിതത്തെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന, നമ്മളുടെ വിവാഹം കൊണ്ട് നമ്മളുടെ ജീവിതത്തിന് ഗുണകരവും സന്തോഷകരവും ആനന്ദകരവും ശുഭകരവുമാകുന്നതായി മാറണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഷൈനി നമസ്കാരം. അപ്പോൾ അങ്ങനെ ഏതെല്ലാം വിധത്തിലാണ് ഒരാളുടെ ജീവിതത്തിൽ വിവാഹ സങ്കല്പങ്ങൾക്ക് പ്രത്യേകതകൾ ഉണ്ടാകുന്നത്, അതിനെ നാം ചിന്തിക്കപ്പെടുന്ന ഒരു സമയമാണ് വിവാഹം എന്ന് പറയുന്നത്. അല്ലേ? നമസ്കാരം. അപ്പോൾ രാജു നമസ്കാരം. അപ്പോൾ ആ ഒരു തലം ഭഗവാൻ ശ്രീരാമചന്ദ്രന് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഇത് ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനിയുമുള്ളത് ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. എന്ത് സങ്കല്പത്തിലാണോ ഭഗവാൻ ഇവിടെ എത്തിയത്, ഏത് വിഷയത്തിനാണോ ഭഗവാൻ ഇവിടെ ഒരു ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൽ നിന്നും ഒരു സാധാരണക്കാരനായിരിക്കുന്ന ദശരഥൻ്റെയും കൗസല്യയുടെയും മകനായി ഭഗവാൻ പിറന്നത് എങ്കിൽ ആ ഒരു അവതാര ലക്ഷ്യത്തിൻ്റെ തുടക്കം എന്നോണമാണ് ഇവിടെ സീതാ സ്വയംവരം എന്നതിനെ നാം കാണപ്പെടുന്നത്. അപ്പോൾ സീതാ സ്വയംവരം കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടു കൂടി ആ ദിവസം അവിടെ ആഘോഷിച്ചു. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വിശ്വാമിത്രൻ എന്ത് ചെയ്തു? വിശ്വാമിത്ര ബ്രഹ്മർഷിയാണ് അദ്ദേഹം. വലിയൊന്നും പുഷ്പം നമസ്തേ. അപ്പോൾ അങ്ങനെ വിശ്വാമിത്രനെ രണ്ട് രാജാക്കന്മാരോടും, അതായത് ജനക മഹാരാജാവിനോടും അതോടൊപ്പം തന്നെ ദശരഥ മഹാരാജാവിനോടും
നന്ദി പറയുകയും സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി, കാരണം തൻ്റെ ആഗ്രഹത്തും കൊണ്ട് യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ മകനെ വിട്ടു നൽകിയ ദശരഥനോടും ഇവിടെ തൻ്റെ ആവശ്യപ്രകാരം ധനുസ്സൊന്ന് കാണിച്ചു കൊടുക്കുവാൻ ജനക മഹാരാജാവ് മനസ്സ് കാണിച്ചതിനെയും വളരെ ആനന്ദത്തോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഈ യാത്ര പുറപ്പെടാൻ നേരത്ത് ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ നമസ്കരിക്കുന്നുണ്ട്. കാരണം അന്ന് അങ്ങ് എൻ്റെ അടുക്കൽ വന്ന് രാമനെ ആവശ്യപ്പെട്ട സമയത്ത് എൻ്റെ മനസ്സ് ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഒരു അച്ഛൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അങ്ങ് അന്ധകാരത്തിലേക്കായി മാറപ്പോയി. അങ്ങനെ അന്ധകാരത്തിലേക്ക് ഞാൻ മാറപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് അന്നേരം ഒരു കൃത്യമായ തീരുമാനം പറയാൻ സാധിക്കാതെ വന്നത്. അതുകൊണ്ട് എൻ്റെ അറിവില്ലായ്മയെ, എൻ്റെ ചെയ്വനകളിൽ ഉണ്ടായിരിക്കുന്ന തെറ്റുകുറ്റങ്ങളെയും എല്ലാം അങ്ങ് ക്ഷമിച്ചു പൊറുത്ത് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് വിശ്വാമിത്രൻ്റെ പാതാരബിന്ദങ്ങളിൽ ദശരഥ മഹാരാജാവ് സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ജനക മഹാരാജാവ് വന്ന്, കാരണം തൻ്റെ ജീവിതത്തിൽ ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പെൺമക്കളുള്ള അച്ഛൻ്റെ മനസ്സിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് തൻ്റെ മക്കളുടെ വിവാഹം എന്ന് പറയുന്നത്. അത് ആൺമക്കളെ പോലെയല്ല, പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം വിശേഷതയുള്ളതാണ്, പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകതകളുള്ളതാണ്. അപ്പോൾ ഈ പ്രത്യേകതകളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് കൃത്യമായ സമയത്ത് കൃത്യമായിരിക്കുന്ന ഒരു നല്ല യൗവനയുക്തരായിരിക്കുന്ന എൻ്റെ 4 മക്കൾക്കും വേണ്ടി 4 യോജിച്ച പുരുഷന്മാരെ തന്നെ അങ്ങ് എനിക്ക് കൊണ്ടു തന്നതിൽ എത്രമാത്രമാണോ അങ്ങയോട് നന്ദി പറയേണ്ടത് എന്നറിയില്ല. അതുകൊണ്ട് ഞാനും അങ്ങയുടെ പാദങ്ങളെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ജനക മഹാരാജാവും ദശരഥന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. രാമലക്ഷ്മണന്മാരും ഭരത ശത്രുഘ്നന്മാരും കൗസല്യയും കൈകേയിയും സുമിത്ര തുടങ്ങിയ രാജപത്നിമാരെല്ലാവരും വിശ്വാമിത്രന്റെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിശ്വാമിത്രനെ യാത്രയാക്കി. വിശ്വാമിത്രൻ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജനക മഹാരാജാവിനോട് ദശരഥ മഹാരാജാവ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തിരികെ ഞങ്ങളുടെ രാജ്യത്തേക്ക് പോകണം. അവിടെ അയോധ്യയുടെ ഓരോ വീടുകളിലുമുള്ള ഓരോ അംഗങ്ങളും ഓരോ മണൽത്തരികളും ഓരോ വൃക്ഷലതാദികളും പക്ഷിലതാദികളും എല്ലാം രാമനോടൊപ്പം സീതാദേവിയും ഒരുമിച്ച് അയോധ്യയിലേക്ക് വരുന്ന ഒരു സന്ദർഭത്തെ ആഗ്രഹിച്ച് കാണുവാൻ, ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. അയോധ്യാപുരി ആകെ അലങ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ഭരത ശത്രുഘ്ന ലക്ഷ്മണന്മാരോടൊപ്പവും ഊർമിളയും ശ്രുതകീർത്തിയും മാണ്ഡവിയെയും എല്ലാം സ്വീകരിക്കുവാനായി അയോധ്യ എന്ന നഗരം ഇതാ എത്രയോ സമയം കൊണ്ട് തയ്യാറായി കഴിഞ്ഞു, കാത്തിരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് അങ്ങയുടെ സ്ഥലത്ത് നിന്നും വിട നൽകിയാലും സന്തോഷത്തോടുകൂടി ഇവരുടെ കുടുംബജീവിതവും സ്വസ്ഥവും സമാധാനവും ആനന്ദകരവുമായി മാറുന്നതിന് അങ്ങേ എന്ന പിതാവിൻ്റെ അനുഗ്രഹം ഈ കുട്ടികൾക്കുണ്ടാകട്ടെ. കുട്ടികൾക്ക് അങ്ങയുടെ അനുഗ്രഹം ഒരു വലിയ കാര്യമാണ്. പെൺമക്കളുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന അനുഗ്രഹം ആൺമക്കളുടെ വീട്ടിലേക്ക് അത് വലിയൊരു കാര്യമാണ്. അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് ഇവ രണ്ടും കൃത്യമായിട്ട് ഉണ്ടാകണം. സജിച്ചേട്ടാ നമസ്കാരം, സുരേഷ് കുമാർ നമസ്കാരം. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പറയപ്പെടുകയാണ്, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു യാത്രയ്ക്കുള്ള അനുവാദം ജനക മഹാരാജാവ് നൽകണം എന്ന് പറയുന്നു. അതാണ് അതിൻ്റെ മര്യാദകൾ എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു പന്ഥാവിലൂടെയുള്ള യാത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും എന്താണ്, എൻ്റേതായിരിക്കുന്ന സങ്കല്പങ്ങളിൽ എൻ്റേതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ എൻ്റേതായിരിക്കുന്ന ചിന്തകളാണ് യഥാർത്ഥമായിരിക്കുന്ന ശരികളും സത്യങ്ങളുമാണ് എന്ന് വിചാരിക്കപ്പെടുമ്പോൾ യഥാർത്ഥമായിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് ചിലപ്പം ഇതൊന്നുമായിരിക്കില്ല. യഥാർത്ഥമായിരിക്കുന്ന സത്യത്തെ ഉൾക്കൊള്ളുവാനുള്ള മനോബലവും ധൈര്യവും നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളെ നമ്മൾ കേൾക്കുകയോ കാണുകയോ അറിയുകയോ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും താങ്ങാൻ പറ്റാതായി വരിക. ചിലപ്പോഴൊക്കെ നമ്മുടെ മോഹാത്സ്യപ്പെട്ടൊക്കെ വീഴുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പരമമായിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്.
ആ പരമമായിരിക്കുന്ന സത്യത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് എപ്പോഴും സാധ്യമാകണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും പരമമായിരിക്കുന്ന സത്യത്തെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കുക. ഇവിടെ ദശരഥ മഹാരാജാവിൻ്റെ മക്കളായിരിക്കുന്ന രാമലക്ഷ്മണന്മാരോടൊപ്പമുള്ള സീതാദേവിയുടെയും ഊർമിളയുടെയും ഒപ്പമുള്ള യാത്രകൾക്കുള്ള അനുവാദത്തിനായി ജനക മഹാരാജാവിനോട് ദശരഥ മഹാരാജാവ് യാത്ര ചോദിക്കുന്ന സമയത്ത് സന്തോഷപൂർവ്വം തൊഴുകൈകളോടുകൂടി എൻ്റെ മക്കൾ ഇനി മുതൽ അങ്ങയുടെ മക്കളായി മാറുകയാണ്, ഒപ്പം അങ്ങയുടെ മക്കൾ എൻ്റെ മക്കളുമായി മാറുകയാണ്. നമ്മൾ രണ്ടുപേരുടെയും കുടുംബങ്ങൾ ഇനി മുതൽ വലിയ ദൃഢബന്ധത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും മുതൽ എൻ്റെ മക്കൾ ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് മാറപ്പെടുകയാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ മക്കൾക്ക് അതിൻ്റെ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ അത് നോക്കുന്ന ഓരോരുത്തരുടെയും സുരക്ഷിതത്വം എൻ്റെ മക്കളുടെയും കടമയും കൂടിയാണ് എന്ന് യഥാർത്ഥമായിരിക്കുന്ന ഒരു അച്ഛനായിരിക്കുന്ന ജനക മഹാരാജാവ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദശരഥനോടും ഒപ്പം മറ്റുള്ളവരോടും പറയുന്നു. തൻ്റെ മക്കളായിരിക്കുന്ന സീതാദേവിയും ഊർമിളയും മാണ്ഡവിയും ശ്രുതകീർത്തിയോടും പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നു മുതൽ ഈ കൊട്ടാരത്തിൽ നിന്നും അയോധ്യ എന്ന് പറയുന്ന കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഈ ജനക മഹാരാജാവ് ആയിരിക്കുന്ന എൻ്റെ കൊട്ടാരത്തിലുള്ള സൗകര്യങ്ങളെക്കാൾ 10 മടങ്ങ് ഗുണങ്ങളുള്ള ഒരു സ്ഥലമാണ് അവിടെ അയോധ്യ. അതോടൊപ്പം തന്നെ ഇവിടെയുള്ളതിനേക്കാൾ അനവധി കാര്യങ്ങൾ അവിടെ ഉണ്ട്, ചുമതലകൾ നിങ്ങൾക്ക് അവിടെ നിർവഹിക്കാനുണ്ട്. ഭർത്താവ് എന്ന് പറയുന്നത് പൂജിക്കപ്പെടുന്ന ഈശ്വര തുല്യരായിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് സത്യവും ധർമ്മവും നീതിയിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ ഈശ്വര ഭക്തിയോടുകൂടി തന്നെ പോലെ ദശരഥ മഹാരാജാവിനെയും അമ്മയെപ്പോലെ മറ്റുള്ള അമ്മമാരെയും കാണുവാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ഒരു നല്ല മകളായി തന്നെ നിനക്ക് മാറുവാനും സാധ്യമാകട്ടെ എന്ന് തൻ്റെ പെൺമക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് യാത്രയാകുന്ന ജനക മഹാരാജാവ്. കുടുംബജീവിതങ്ങളുടെ ബലം എന്ന് പറയുന്നത് കുടുംബത്തിലുള്ള മാതാപിതാക്കളായിട്ടുള്ളവരുടെ അനുഗ്രഹങ്ങളും അവരുടെ വാക്കുകളുമാണ്. കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്ന നല്ല മാതാപിതാക്കളാണ് സമൂഹത്തിന് ആവശ്യം. അതാണ് ഒരു കുട്ടികളോട് ചെയ്തു കൊടുക്കേണ്ടതായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ജനക മഹാരാജാവിൻ്റെ അടുക്കൽ നിന്നും യാത്ര ചോദിച്ചുകൊണ്ട് കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠനോടൊപ്പം ആ ദശരഥ മഹാരാജാവും രാമന്മാരും എല്ലാവരും അവർ യാത്ര പുറപ്പെട്ടു. അവർ യാത്ര പുറപ്പെടുന്ന സമയത്ത് അല്പസമയം യാത്ര പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങ് ദൂരെ നിന്നും പക്ഷികളെല്ലാം കൂട്ടത്തോടുകൂടി അലമുറയിട്ടുകൊണ്ട് പറന്നകലുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു പ്രയാസമുണ്ടായി. കാരണം യാത്ര പുറപ്പെടുന്ന സമയത്ത് ചില ദുസൂചനകൾ ഉണ്ടാകുന്നത് ഒരു വലിയ ആപത്ത് വരുന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു ആപത്ത് വരുന്നു. അപ്പോൾ പക്ഷികളെല്ലാം ഇങ്ങനെ അലമുറയിട്ടുകൊണ്ട് അവർ നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നിന്നും പറന്നകന്നു ദൂരേക്ക് പോവുകയാണ്. ഒരു ലക്ഷ്യമില്ലാതെ അവർ പറക്കുകയാണ്. പക്ഷികൾ ലക്ഷ്യമില്ലാതെ പറക്കുന്നത് അപകട സൂചന, ആപത്ത് സൂചനയാണെന്നാണ്. അവർ പ്രത്യേകമായിരിക്കുന്ന ഒരു ശബ്ദത്തോടു കൂടി അവർ ശബ്ദിക്കപ്പെടുന്നു. അത് ഒരു വലിയ ആപത്ത് വരുന്നതിനെയോ അല്ലെങ്കിൽ അവർ എന്തിനെ കണ്ടു ഭയക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ്. വിശ്വാമിത്രൻ വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദശരഥനോടും രാമനോടും, എന്തോ ഒരു ദുസൂചന അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും ആ ദുസൂചനകളെ ഉൾക്കൊള്ളുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകണം. അതിനായി നമ്മളെല്ലാവരും തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, കണ്ടോ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടോ? ആ മൃഗങ്ങളുടെ ശബ്ദം കൊണ്ട് അവർ പറയുന്നുണ്ട് ഭയപ്പെടേണ്ടതില്ല. ആ മൃഗങ്ങളിൽ നിന്നുള്ള വാക്കുകൾ വരുന്നത്, മൃഗങ്ങളുടെ ശബ്ദത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഭയക്കേണ്ടതായിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഏതാപത്ത് വന്നാലും അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ബലവും ഉണ്ടാകും, അനുഗ്രഹവും ഉണ്ടാകും എന്ന് കൃത്യമായി പറയുന്നു. ഒരേ സമയം വരുന്ന 2 തലങ്ങളിൽ നിന്ന് വരുന്ന 2 ശബ്ദങ്ങൾക്ക് 2 തലത്തിലുള്ള അർത്ഥതലങ്ങളെ കാണിച്ച് മനസ്സിലാക്കിച്ചു തരുന്നു. യാത്ര പുറപ്പെടുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടും. ഇപ്പോഴാണേലും നമ്മുടെ ഇടയിലും യാത്ര പുറപ്പെടുന്ന സമയത്ത് നമ്മൾ രാഹുകാലമൊക്കെ നോക്കാറുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് മാത്രമേ ഉള്ളൂ രാഹുകാലം നോക്കുകയുള്ളൂ. വിവാഹത്തിനൊക്കെ രാഹുകാലം നല്ലതാണെന്നാണ്, മുഹൂർത്തത്തിന് രാഹുകാലം നല്ലതാണ്.
പക്ഷെ നമ്മുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് രാഹുകാലത്ത് ഒന്നും ചെയ്യാൻ കൊള്ളില്ലെന്നാണ്. യാത്ര പുറപ്പെടാനല്ലാതെ മറ്റെന്ത് കാര്യത്തിനും നമുക്ക് രാഹുകാലത്തെ സ്വീകരിക്കപ്പെടാം. അപ്പം ആ തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് മാറണം. ഇപ്പം രാഹുകാലത്താണ് വിവാഹം നടന്നതെന്നൊക്കെ പല പരാതികളും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കാരണം വിവാഹ സമയത്താണെങ്കിൽ രാഹുകാലം വിവാഹത്തിന് യോജിക്കാത്തതല്ല, വിവാഹത്തിന് എടുക്കാവുന്നത് തന്നെയാണ്. യാത്ര പുറപ്പെടാൻ രാഹുകാല സമയത്ത് യാത്ര മാത്രം നമ്മൾ പുറപ്പെടരുത്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇവർ യാത്ര പുറപ്പെട്ടു വരുമ്പോൾ ഈ ശബ്ദ കോലാഹലങ്ങളെ കൊണ്ടുള്ള ലക്ഷണങ്ങളെ കണ്ട് വസിഷ്ഠ മഹർഷിയും ദശരഥനും ഒപ്പം രാമലക്ഷ്മണന്മാരുമൊക്കെ അവർ സസൂക്ഷ്മം അവരുടെ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പൊ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുവരുമ്പോൾ ഇതാ അങ്ങ് ദൂരെ നിന്നും ഒരു ജടാവൽക്കലധാരിയായിരിക്കുന്ന, കയ്യിൽ ആയുധമേന്തിയിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠനെ പോലെയുള്ള യുവകോമളനായിരിക്കുന്ന ഒരാൾ ഇതാ നടന്ന് തങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. ആ വരുന്ന ആളുടെ വരവ് കണ്ടാൽ അറിയാം അദ്ദേഹം രൗദ്രതയോട് കൂടിയിട്ടാണ് വരുന്നത്. ഒരാൾ നടന്നു വരുന്നത് കാണുമ്പോൾ ആ ആളുടെ സ്വഭാവത്തെ ചിന്തിക്കപ്പെടണമെന്നാണ്. ആ ആള് എന്ത് സ്വഭാവത്തിലാണോ അവർ വരുന്നത്, ആ വരുമ്പോൾ അവരുടെ നടപ്പിന് പോലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ നടപ്പ് കണ്ടിട്ട് പറഞ്ഞു എത്രത്തോളം അദ്ദേഹം ഒരു ദേഷ്യത്തിലാണ് അദ്ദേഹം നടന്നു വരുന്നത്. എന്താണ് കാരണമെന്ന് നമുക്കറിയില്ല. ആരാണെന്ന് അടുത്ത് വന്നെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അദ്ദേഹം അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഇതാരാണെന്ന് അറിയാമോ, വളരെയധികം ശ്രേഷ്ഠനായിരിക്കുന്ന ആളാണ്, ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദിവ്യമായിരിക്കുന്ന അവതാരങ്ങളിൽ ഒന്നായിരിക്കുന്ന പരശുരാമനാണിത്. പരശുരാമൻ നിസ്സാരക്കാരനല്ല, ഭഗവാൻ ശ്രീപരമേശ്വരന്റെ അരുമശിഷ്യനാണ് ഭഗവാൻ പരശുരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന പരശു എന്ന ആയുധം ഭഗവാൻ ശ്രീ പരമേശ്വരൻ കൊടുത്തതാണ്. തൻ്റെ ഏറ്റവും വത്സല ശിഷ്യനായി തന്നെ കാണുന്ന ആളാണ് പരശുരാമൻ. അടുത്തേക്ക് വരുന്ന പരശുരാമന്റെ കയ്യിൽ ഒരു ചാപമുണ്ട്. ആ ചാപവുമായി അദ്ദേഹം അടുത്തേക്ക് വന്നിട്ട് രാമൻ സഞ്ചരിക്കുന്ന ആ രഥത്തെ പിടിച്ചവിടെ നിർത്തി. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഇവിടെ രാമൻ എന്ന് പറയുന്ന ആള്? ദശരഥന്റെ മകനായിരിക്കുന്ന രാമൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ രഥത്തിൽ നിന്നും വളരെ സന്തോഷത്തോടുകൂടി ഏറ്റവും പുഞ്ചിരിയോർന്ന ഒരു മുഖത്തോടുകൂടി ശ്രീരാമചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഭാർഗവരാമനെ നമസ്കരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാനാണ് ദശരഥന്റെ മകനായിരിക്കുന്ന ഒപ്പം സീതാദേവിയുടെ ഭർത്താവായിരിക്കുന്ന രാമൻ. അങ്ങ് എന്ത് വേണമെന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിച്ചാലും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര സുന്ദരവും ആനന്ദകരവുമായിരിക്കുന്നു, ഒപ്പോൾ അനുഗ്രഹദായകവുമായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എന്താണെന്നാൽ അങ്ങയുടെ വാക്കുകൾക്കായിട്ട് ഞങ്ങൾ കാതോർത്ത് നിൽക്കുന്നു. അങ്ങ് എന്ത് വേണമെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും. പൊതുവെ അങ്ങ് ക്ഷത്രിയന്മാരോട് വളരെയധികം ദേഷ്യമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. 21 പ്രാവശ്യം ഭൂമിയെ വലം വെച്ചുകൊണ്ട് തൻ്റെ അച്ഛനെ കൊന്ന കാർത്തികവീരാർജുനന്റെ തലമുറയായിരിക്കുന്ന സകല ക്ഷത്രിയരെയും വധിക്കാൻ കഴിവുള്ള ആളായിരുന്നു, വധിച്ചിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് അങ്ങ് നിസ്സാരക്കാരനല്ല എന്ന് എനിക്ക് ബോധ്യമാകുന്നു. അതുകൊണ്ട് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് അങ്ങ് ആജ്ഞാപിച്ചാലും എന്ന് പറയുമ്പോൾ ആ ഭാർഗവരാമന്റെ മുഖത്തു നിന്നും ആ കണ്ണുകളിൽ നിന്നും ആ രൗദ്രതയാർന്ന ആ ദൃഷ്ടി അവിടുന്ന് മാറുന്നില്ല. പറയുന്നുണ്ട്, നീ ശൈവജാപം കുലച്ചുകൊണ്ട് നീ ഇവിടെ സീതയെ വേൽക്കപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. ഇതിരിക്കുന്ന കണ്ടോ, ഇതെൻ്റെ കയ്യിരിക്കുന്ന വൈഷ്ണവജാപമാണ്. ഒരിക്കൽ ഇതിനൊരു കഥയുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരോടും, പണ്ട് നാരദനൊരാഗ്രഹം ഉണ്ടായി മനസ്സിൽ, ഭഗവാൻ വിഷ്ണുവിനാണോ ഭഗവാൻ പരമേശ്വരനാണോ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് എന്ന്. ഇവർ രണ്ടുപേരും രണ്ടല്ല, ഏകമേവം അദ്വിതീയ സദ്ബ്രഹ്മ, രണ്ടുപേരും രണ്ടല്ല, അത് പരമമായിരിക്കുന്ന സത്യമാണ്, പരമമായിരിക്കുന്ന ബ്രഹ്മമാണ് എന്നറിയാം. എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരാഗ്രഹം, ഒരാശയമാണ്, ഇവരിൽ യഥാർത്ഥത്തിൽ ശക്തിയുള്ള ആളാരാണ്. അപ്പോൾ അതിനെന്ത് ചെയ്തു? രണ്ടുപേരുടെ അടുക്കലും ചെന്ന് പരസ്പരം ചോദിച്ചു. രണ്ടുപേർക്കും പരസ്പരം വിദ്വേഷം ഉണ്ടാകുന്ന വിധത്തിൽ ആ നാരദ മഹർഷി സംസാരിച്ചു.
അങ്ങനെ രണ്ടുപേരും യുദ്ധത്തിനായി തയ്യാറായി. വിശ്വകർമാവിനെ കൊണ്ട് ഒരുപോലെയുള്ള ആയുധങ്ങൾ, ബാണങ്ങൾ തയ്യാറാക്കി, ചാപങ്ങൾ തയ്യാറാക്കി വെച്ചു. എന്നിട്ട് അതിലൊന്ന് ഭഗവാൻ പരമശിവനും ഒന്ന് മഹാവിഷ്ണുവിനും കൊടുത്തു. എന്നിട്ട് അവർ തമ്മിൽ യുദ്ധം തുടങ്ങാനായി തുടങ്ങി. രണ്ടുപേരും കൂടി യുദ്ധം തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ യുദ്ധം കുറേ കാലം ഇങ്ങനെ നീണ്ടു നിന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴും രണ്ടുപേരിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടിട്ട് എന്ത് ചെയ്തു? ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതനായിരിക്കുന്ന, ഏറ്റവും ചൈതന്യപ്രഭുവായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരന് ക്ഷീണം അനുഭവിക്കുന്നതായി കണ്ടു എന്നാണ് പറയുക. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, മഹാവിഷ്ണു ഇവിടെ വിജയിച്ചിരിക്കുന്നു, മഹാവിഷ്ണുവിനാണ് ശക്തി എന്ന്. പക്ഷേ ഭഗവാൻ മഹാവിഷ്ണുവിന് മനസ്സുകൊണ്ടറിയാം. കാരണം എന്താണ്? ഭഗവാൻ മഹാവിഷ്ണു എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആള് ഭഗവാൻ ശ്രീ പരമേശ്വരനാണ്. ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഒരിക്കലും നിസ്സാരനല്ല. അദ്ദേഹത്തിന്റെ ശക്തിയും ചൈതന്യവും പ്രഭാവവും എന്ന് പറയുന്നത് രുദ്രനിൽ നിന്നാണ് വിഷ്ണു വന്നിരിക്കുന്നത്. രുദ്രനിൽ നിന്നാണ് ഈ സകലതും ഉണ്ടായിരിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാവർക്കും അതറിയാം. സദാശിവനിൽ നിന്നും സമാരംഭിക്കപ്പെട്ടിട്ടുള്ള ശക്തി ചൈതന്യങ്ങളാണ് ഈ ലോകത്തുള്ളത്. അതുകൊണ്ട് ഇവിടെ ആര് തോൽക്കാൻ, ആര് ജയിക്കാൻ? അവിടെ ഭഗവാൻ മഹാവിഷ്ണു ജയിച്ചു എന്നതിൻ്റെ അർത്ഥം മഹാദേവൻ തോക്കുകയല്ല, മറിച്ച് മഹാദേവൻ അനുഗ്രഹിക്കുകയാണ് മഹാവിഷ്ണു വിജയിക്കുന്നതിന് വേണ്ടി. ആ മഹാവിഷ്ണു അവിടെ വിജയിച്ചു കഴിഞ്ഞു എന്ന് ലോകം മുഴുവൻ അറിഞ്ഞു. മഹാദേവന് സന്തോഷമായി. കാരണം എന്താണ്? ജയിച്ച ആളിനല്ല അവിടെ സന്തോഷം, തോറ്റു എന്ന് പറയുന്ന ആളിനാണ്. കാരണം തൻ്റെ ഏറ്റവും നല്ല ഭക്തനായിരിക്കുന്ന ആളാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ഭക്തനാണ് ഭഗവാൻ മഹാവിഷ്ണു. നമ്മൾ ശിവപുരാണം വായിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതിനകത്തിൽ ഒരു വലിയ സങ്കല്പ കഥ തന്നെയുണ്ട്. പാർവതി ദേവി ചോദിക്കുന്നുണ്ട്, ഏറ്റവും നല്ല ഭക്തൻ ആരാണ് ഭഗവാനെ എന്ന്. അപ്പോൾ മഹാദേവൻ പറയുന്നുണ്ട്, അതിനകത്തിൽ യാതൊരു സംശയവുമില്ല, എൻ്റെ ഏറ്റവും നല്ല ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണു പരമാത്മാവാണ്. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയ ചെറിയ അടവുകളൊക്കെ ഉണ്ടോ എന്ന് കേട്ടിട്ടുണ്ട്. അതായിരിക്കാം, അദ്ദേഹം ആണോ? ബാക്കിയുള്ളവരെല്ലാം നല്ല ഭക്തന്മാരല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, എല്ലാവരിലും ഭക്തിയുണ്ട്. പക്ഷേ പരമമായിരിക്കുന്ന, സത്യസന്ധമായിരിക്കുന്ന, ധർമ്മത്തോടു കൂടിയുള്ള ഭക്തി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനോളം ആർക്കും ഉണ്ടാകില്ല. എല്ലാവർക്കും ഇതെല്ലാം ഉണ്ട്, പക്ഷേ മഹാവിഷ്ണുവിനോളം അതാർക്കും ഉണ്ടാകില്ല. അപ്പോൾ അത് പാർവതി ദേവിക്ക് അത് സംശയമായപ്പോൾ എന്ത് ചെയ്തു? ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുക്കലേക്ക് ചെന്നു. അവിടെ മഹാവിഷ്ണുവിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ എന്താണ്? ഭഗവാന്റെ പാർത്ഥിവ ലിംഗത്തിൻ്റെ മുമ്പിൽ 1000 താമരപ്പൂക്കൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി ചെയ്യുകയാണ് ഭഗവാൻ മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൻ്റെ ആ പ്രാർത്ഥനയോടുകൂടി ഓം നമ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശേഷമായിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സങ്കല്പ തലങ്ങളിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന മന്ത്രങ്ങൾ കൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു സഹസ്രനാമം പ്രത്യേകമുണ്ട്. ആ സഹസ്രനാമത്ത് ആ ഓരോ നാമം ജപിക്കുമ്പോഴും അവിടെ നിന്നും ഓരോ താമരപ്പൂ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ പാദത്തിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ മഹാദേവൻ എന്ത് ചെയ്തു? ആ പൂക്കളിൽ നിന്ന് 1000 പൂക്കൾ എണ്ണി വെച്ചതിൽ നിന്നും ഒരു പൂവെടുത്ത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചു. അത് പാർവതി ദേവിയും കണ്ടതാണ്. പക്ഷെ ഇത് മഹാവിഷ്ണു അറിയുന്നില്ല. അങ്ങനെ ഓരോ പൂക്കൾ അർപ്പിച്ച് അവസാനത്തെ ഒരു നാമത്തിനായി നോക്കിയപ്പോൾ പൂജിക്കുവാൻ പൂക്കളില്ല. താൻ അത്രയും തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൂവ് ഒരെണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്ന് കുറവായിരിക്കുന്നു. ഇനി എന്താണ്? അവസാനത്തെ നാമമാണ്. ഇനി ഇതിന് സമർപ്പിക്കുവാൻ ഒരു നല്ല ഒരു താമര ഇതള് പോലും അവിടെയില്ല. താമരപ്പൂവോട്ടെ ഒരു താമര ഇതള് പോലും അവിടെയില്ല. ഇനി എന്താണ് തൻ്റെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുവാനുള്ളത്? ഒരൊറ്റ നാമവും കൂടിയുള്ളൂ. മഹാവിഷ്ണു എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ കരങ്ങൾ കൊണ്ട് തൻ്റെ ആ കണ്ണുകൾ ഇങ്ങോട്ട് ചുഴിഞ്ഞെടുത്തു. കാരണം എന്താണ്? ഭഗവാന്റെ കണ്ണുകൾ താമര ഇതള് പോലെ സുന്ദരങ്ങളാണ്. ആ താമര ഇതളിന് തന്നെ തുല്യമായിരിക്കുന്നതാണ്. ആ താമര ഇതളുകൾ പോലുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കണ്ണുകളെ അദ്ദേഹം ചൂഴിഞ്ഞോട്ടെടുത്തിട്ട് ആ ഭഗവാൻ മഹാദേവന്റെ പാതാരബിന്ദങ്ങളിലേക്ക് സമർപ്പിച്ചു
സമർപ്പിച്ചു തൊഴുതുകൊണ്ടിരുന്നു. കണ്ണിൽ നിന്നും ചോര ഇങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടും ഭഗവാൻ മഹാദേവനെ ഇങ്ങനെ നമഃശിവായ, ഓം നമഃശിവായ, ശംഭോ മഹാദേവ എന്ന് പറഞ്ഞ് തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് മഹാവിഷ്ണു ഇരുന്നു. അപ്പോഴേക്കും മഹാദേവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറങ്ങി, കണ്ണുനീരിങ്ങനെ ഒഴുകി വരുന്നു. പാർവതി ദേവി നോക്കിയപ്പോൾ മഹാദേവന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഒഴുകുന്നു. അപ്പോൾ ചോദിച്ചു, എന്താ അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഭക്തനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് ആ വേദനയോടുകൂടി കണ്ണിൽ നിന്നും ചോര ഒഴുകുമ്പോൾ ആ ഭക്തന്റെ വേദന എന്ന് പറയുന്നത് എൻ്റെ വേദനയാണ്. ഭക്തൻ അനുഭവിക്കുന്ന, ഭക്തന്റെ പാദങ്ങളിൽ ഒരു മുള്ളു കൊണ്ടാൽ ആ വേദന എൻ്റെ ഹൃദയത്തിലാണ്. അതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. ഭഗവാൻ മഹാദേവൻ ഓടിച്ചെന്നിട്ട് ആ കണ്ണുകളെടുത്ത് ഭഗവാൻ മഹാവിഷ്ണുവിന് വെച്ചു കൊടുത്തിട്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഭഗവാൻ മഹാവിഷ്ണുവിനെ. മഹാദേവൻ തൻ്റെ അടുക്കലേക്ക് ഓടിയെത്തി എന്നറിഞ്ഞ മഹാവിഷ്ണു ആനന്ദത്തോടുകൂടി ആ മഹാദേവനെയും കെട്ടിപ്പുണർന്നു. ഇത് കണ്ട ലോകത്തുള്ള എല്ലാ സകല ദേവീദേവന്മാരും പുഷ്പവൃഷ്ടി നടത്തി. ആനന്ദകരമായിരിക്കുന്ന ഒരു അനുഭൂതിയായിരിക്കുന്ന ഒരു നിമിഷം. ഭഗവാൻ മഹാദേവനും മഹാവിഷ്ണുവും ഒന്നായി നിൽക്കുന്ന ഒരു സമയം. ആ മഹാദേവന്റെ തൻ്റെ ഭക്തിയുടെ, തൻ്റെ പ്രാർത്ഥനയിൽ ഇതാ മഹാദേവൻ തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അത് മാത്രമേ മഹാവിഷ്ണുവിന് അറിയുകയുള്ളൂ. മഹാദേവനോ താൻ കാരണം തൻ്റെ സഹധർമ്മിണിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ എൻ്റെ ഭക്തനായിരിക്കുന്ന ഭഗവാനെ, ആ കണ്ണുകൾക്ക് വേദന ഉണ്ടാക്കേണ്ടി വന്ന ഒരു ഭഗവാന്റെ പ്രയാസം ആ മനസ്സിൽ കൊണ്ടുകൊണ്ട് ഒരുപാട് ക്ഷമ ചോദിച്ചുകൊണ്ട് ആ മഹാവിഷ്ണുവിനെ വാരി പുണർന്നുകൊണ്ട് മഹാദേവൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ സുന്ദരങ്ങളായിരിക്കുന്ന നല്ല ദർശനമുള്ള, നല്ലതുപോലെ ഗുണമുണ്ടാകുന്ന ഈ കണ്ണുകൾ എനിക്കങ്ങ് നൽകിയ സമർപ്പണത്തിന്റെ മുമ്പിൽ ഞാനിതാ പരിപൂർണമായി സംപ്രീതനായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങേക്ക് ഞാനിതാ ഒരു പുതിയ ആയുധം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുദർശന ചക്രത്തെ നല്ല ദർശനം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള, നല്ല ദർശനത്തെ നൽകുന്ന സുദർശന ചക്രം തന്നെ ആ മഹാദേവൻ ആ മഹാവിഷ്ണുവിന് നൽകി എന്നൊരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ആ കഥയുടെ മുമ്പിൽ അതുപോലെയുള്ള ഒരുപാട് കഥകൾ മഹാദേവനും മഹാവിഷ്ണുവുമായി തന്നെയുള്ളപ്പോൾ ശങ്കരനാരായണന്മാരായി മാറിയ ഭഗവാൻ അവർ തമ്മിൽ യുദ്ധം ചെയ്ത് മഹാവിഷ്ണു ഇവിടെ ജയിച്ചു എന്നാൽ അതിൻ്റെ അർത്ഥം ഇപ്പുറത്ത് മഹാദേവൻ മഹാവിഷ്ണുവിനെ അനുഗ്രഹിച്ചു എന്നാണ്. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അല്ലാതെ അവർ യുദ്ധം ചെയ്ത് ജയിക്കാനും തോക്കാനുമാണെങ്കിൽ എന്നേ അവർക്കാകാമായിരുന്നു. ഒരിക്കലും അവരങ്ങനെയല്ല എന്നുള്ളതാണ് ഏറ്റവും പരമമായിരിക്കുന്ന സത്യം. അത് ഈ ലോകത്തിന്റെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ചാപങ്ങൾ രണ്ടുപേരും രണ്ടുപേർക്കായി കൊടുത്തു. ജനക മഹാരാജാവിന് വേണ്ടി ദശരഥൻ കൊടുത്തു, ഭഗവാൻ പരമശിവനും കൊടുത്തു. അതുപോലെ തന്നെ പരശുരാമനായിട്ട് ഈ ചാപം മഹാവിഷ്ണുവും കൊടുത്തു. എന്നിട്ട് അവരിങ്ങനെ മുന്നോട്ട് അങ്ങനെ വന്നിരിക്കുന്ന ചാപങ്ങളാണ് ഇത് രണ്ടും. അതുകൊണ്ട് ശൈവജാപമാണ് നീ അവിടെ കുലച്ചത് ഇല്ലേ? ആ ശൈവജാപം കുലച്ച നിനക്ക് ഈ വൈഷ്ണവജാപം നീ കുലയ്ക്കേണ്ടി വരും. കാരണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് പറയുമ്പോൾ വളരെയധികം പ്രത്യേകതകളുള്ള, വളരെയധികം വിശേഷതകളുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിൻ്റെ അംശം നിന്നിൽ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഈ വൈഷ്ണവജാപം കുലയ്ക്കാൻ നിനക്ക് സാധ്യമാകും. അല്ലാത്ത പക്ഷം നീ ഇവിടെ മായ കാട്ടിയതാണ് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് നിന്നോടുകൂടി ഞാൻ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അയോധ്യയ്ക്ക് നാഥനില്ലാത്ത അവസ്ഥയുണ്ടാക്കും ഈ പരശുരാമൻ എന്ന് വളരെയധികം കോപത്തോടു കൂടി പറയുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരിക്കുന്ന പരശുരാമന്റെ മുമ്പിൽ ആ അവതാര പുരുഷനായിരിക്കുന്ന മര്യാദാ പുരുഷോത്തമനായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ തൊഴുകൈകളോടുകൂടി ചെന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അനുഗ്രഹവും അനുവാദത്തോടു കൂടി ഇതാ ഈ വൈഷ്ണവ ജാപം ഞാൻ ഇതാ കുലയ്ക്കുന്നു എന്ന് പറഞ്ഞ് ആ വൈഷ്ണവ ജാപം നന്നായി കുലച്ചു. ആ വൈഷ്ണവജാപത്തിന്റെ ഞാനിന്റെ മാറ്റൊലി കൊണ്ട് ലോകം മുഴുവൻ ഇളകിയാടി. ഇത് കണ്ട് തൊഴുകൈകളോടുകൂടി ആ പരശുരാമൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് യഥാർത്ഥമായിരിക്കുന്ന
യഥാർത്ഥമായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ തിരു അവതാരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങ് പരിപൂർണനായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിന് ഗുണകരമുണ്ടാകുന്ന വിധത്തിൽ ഇനിയും ഈ ലോകത്ത് സമാധാനമുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങ് ചൈതന്യപ്രഭുവായി മാറപ്പെടാൻ പോകുന്നു. കാരണം ഇതിവിടെ അത്യാവശ്യമാണ്. കാരണം എന്താണെന്നറിയാമോ? എന്തുദ്ദേശിച്ചിട്ടാണോ മഹാവിഷ്ണു ഇവിടെ എത്തിയത്, അദ്ദേഹം അതിന് പരിപൂർണ തലത്തിൽ യോജിക്കുന്ന ആളായിട്ട് തന്നെ മാറിയിരിക്കുന്നു എന്ന് സമൂഹത്തിനുമൊപ്പം അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു സന്ദർഭമാണ് പരശുരാമനോടൊപ്പം ശ്രീരാമന്റെ ഈ ഒരു നല്ല സാന്നിധ്യം എന്ന്, അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ ശ്രീരാമചന്ദ്രന് അനവധി ആയുധങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ആ പരശുരാമൻ നൽകി. അനുഗ്രഹങ്ങൾ ഒരുപാട് നൽകി. എന്നിട്ട് അവരെല്ലാവരും ആ കൊട്ടാരത്തിലേക്ക് പോയി. ആ കൊട്ടാരത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഈ ബാലകാന്ഡം അവിടെ തീരുകയാണ്. ഇനിയുമുള്ളത് നമുക്ക് അയോധ്യാകാന്ഡമാണ്. ഈ അയോധ്യാകാന്ഡം എന്ന് പറയുന്നത് പുതിയൊരു തലമാണ്. ബാലകാന്ഡത്തിൽ നിന്നും അയോധ്യയിലേക്ക് ചെന്നെത്തുന്ന ഒരു സങ്കല്പം. കാരണം ഇവർ അയോധ്യയിലേക്ക് ചെല്ലുമ്പോൾ ഭരതനെയും ശത്രുഘ്നെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേകയ രാജ്യത്തെ രാജാവ് അവിടെ തയ്യാറായി നിൽപ്പുണ്ട്. അവരെല്ലാവരും കൂടി ഒന്നിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഇനിയുമുള്ളത് അയോധ്യയുടെ സങ്കല്പ തലങ്ങളാണ്, അയോധ്യയുടെ വിശേഷതകളാണ്. അപ്പൊ അയോധ്യയുടെ വിശേഷതകളും കാര്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് നാളെ ദിവസം നമുക്ക് എത്താം. നാളെ കൊണ്ട് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഈ അയോധ്യാകാന്ഡം തീർന്ന് അയോധ്യാകാന്ഡം തുടങ്ങുവാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസമൊന്നും ഉണ്ടാകാതെ എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂജാമലർ നമസ്കാരം. രാധാ സദാശിവൻ നമസ്കാരം. ഭരത നമസ്കാരം. വിശാഖ മോഹൻ നമസ്കാരം. വിശാഖ മോഹൻ നവി മുംബൈ മോഹനചന്ദ്രൻ. അപ്പം അദ്ദേഹത്തോട് എൻ്റെ അന്വേഷണം അറിയിക്കുക. ഒരിക്കൽ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാൻ സാധിക്കട്ടെ. ഗോപിക ഹരികുമാർ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. പ്രസന്ന നായർ നമസ്കാരം അമ്മേ. ശ്രീദേവി രജനി രാമേന്ദ്രൻ. പ്രസന്ന നായർ എവിടെയാണ്? അഹമ്മദാബാദ്. ഓക്കെ. രാജലക്ഷ്മി റാംജി നമസ്കാരം. കോട്ടയം. മഞ്ജു കിളിയം തടത്തിൽ നമസ്കാരം. രാഗി പി നായർ. ഓക്കെ. ശ്രീദേവി. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു ദിവസം പരിപൂർണമായിട്ട് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുവാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായി തന്നെ കരുതുകയാണ്. എല്ലാ വിധത്തിലുള്ള ശശിയപ്പ നമസ്കാരം. കുറേ കാലമാണ് ശശിയപ്പൻ എത്തിയിട്ട്. സ്ഥിരം നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ആളാണ് ശശിയപ്പൻ. നീണ്ടകര പരിമണം സ്വദേശിയാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. ഒരുപാട് പ്രചോദനങ്ങൾ ഇതുപോലെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലായിരുന്നു അദ്ദേഹം പെൻഷനായി. ഒരുപാട് കാര്യങ്ങളിൽ പ്രചോദനം നൽകുന്നത് അപ്പൻ്റെ, പലപ്പോഴും കാണുമ്പോഴൊക്കെ എല്ലാ അഭിപ്രായങ്ങൾ പറയുന്ന, നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന ആളാണ് അപ്പൻ. അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ നമസ്കരിക്കുന്നു. എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസത്തെ പ്രഭാഷണം നമുക്ക് ഇവിടെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസം സമർപ്പിക്കാം. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുന്നു. നമസ്കാരം. ശുഭരാത്രി.